നമസ്കാരം. ഹനീഫ പാണ്ടിക്കാടാണ്. മുഖ്യമന്ത്രി ചർച്ചയുമായി ഒരുപാട് വിഷയങ്ങളുണ്ട്. പല ആളുകൾ അവിടെ പോസ്റ്റർ വെക്കുന്നു, ഇവിടെ പോസ്റ്റർ വെക്കുന്നു. ലാസ്റ്റ് തോറ്റ പാർട്ടികൾ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ വെക്കുന്നുണ്ട്. CCTV ചതിച്ചു. അതങ്ങനെ നടക്കുന്നത്. ഞാൻ പറയാം, ഒരു സ്വാഭാവികമായിട്ടും സാധാരണ ഒരു UDF-കാരൻ്റെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ലീഗുകാരനാണ്. എൻ്റെ ഒരു ജനവികാരം മൊത്തത്തിൽ ടോട്ടലി എന്ന് പറഞ്ഞാൽ വികാരം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചവൻ വിളവെടുക്കട്ടെ എന്നുള്ളതാണ്. അതാണ്, അങ്ങനെയാണ് വേണ്ടത്. കണ്ടു നിന്നവനല്ല വിളവെടുക്കുന്നത്. ഇത് എന്താ പറയുക, മണ്ണും ചാരിയും പെണ്ണും കൊണ്ടുപോകുക എന്ന് പറഞ്ഞ പോലെ അത് വേണ്ട. മനസ്സിലായി? ജനവികാരം ഏത് കമാൻഡാണെങ്കിലും ശരി, ഏത് ഹൈക്കമാൻഡാണെങ്കിലും ശരി, ജനവികാരം മാനിക്കണം. മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ പിടിപാടും മറ്റു കാര്യങ്ങളുണ്ട് വിചാരിച്ചിട്ട് കെട്ടിയിറക്കുന്ന മുഖ്യമന്ത്രിനെ വേണ്ട. ജനങ്ങളുടെ പൾസ് അറിയുന്ന ആളുകളെയാണ് വേണ്ടത്. ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തരുടേതായിട്ടുള്ള ക്വാളിറ്റികൾ ഉണ്ടാവും. ആ ക്വാളിറ്റി അല്ല. കാരണം എൻ്റെ അഭിപ്രായം VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ പൾസ് അറിഞ്ഞ നേതാവാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച നേതാവാണ്. കോൺഗ്രസ് കോൺഗ്രസ് ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ ഈ നിലയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 90% പങ്ക് വഹിച്ചത്, അത്രമാത്രം എഫർട്ട് എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് VD സതീശൻ സാറാണ്. ഒരു സംശയവും വേണ്ട. മനസ്സിലായി? മറ്റുള്ളവരെ കോർഡിനേറ്റർ കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, അതെല്ലാവർക്കും അഭിവാദ്യം എല്ലാവർക്കും അർപ്പിക്കാലോ. ഇവരോട് ആരോടും എനിക്ക് വിദ്വേഷമോ വെറുപ്പോ ആർക്കുമില്ല. മലയാളികൾക്ക് ആർക്കും തന്നെ ഇല്ല. UDF-ന് വോട്ട് നൽകിയ ഒരാൾക്കും ഇവരോട് ആരോടും വിദ്വേഷവും വെറുപ്പൊന്നുമില്ല. പക്ഷേ അധ്വാനിച്ചവനാണ് വിളവെടുക്കേണ്ടത്. അതിന് യോഗ്യൻ, അതിന് അവകാശി, ഒരു സംശയവും വേണ്ട, VD സതീശൻ സാറാണ്. അപ്പോൾ എല്ലാവരുടെയും പൾസ് നിങ്ങൾ മാനിക്കണം. എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ മാനിക്കണം. സംഗതിയൊക്കെ ശരിയാണ്. എന്തെങ്കിലും തീരുമാനം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരോടാണ്, പ്രത്യേകിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കണം. ലീഗിന്റെ ഒരു നിലപാട് അറിയിക്കണം. VD സതീശന്റെ ബാക്കിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ല. ചില ആളുകളൊക്കെ ചരട് വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തായിരുന്നു UDF-ന്റെ അവസ്ഥ എന്ന് പോലും എന്തെങ്കിലും നമ്മൾ ചിന്തിക്കണം. മനസ്സിലായി? ഒരു സാധാരണക്കാരായ ഒരു പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു അനുഭാവിയുടെ ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിചാരം. ശക്തമായ നിലപാടെടുക്കണം. ആരുടെ കൂടെയാണ് നമ്മൾ ഉറച്ചു നിന്നിരുന്നത്, ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ തന്നെ ആയിരിക്കും ഇനിയുള്ള ഭരണം. കാരണം ജനങ്ങളുടെ പൾസറിഞ്ഞ നേതാവാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ UDF-ന്റെ പ്രവർത്തകരോടും, നമ്മൾ ഒന്നുമല്ലാതെ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന, അതിലൊരു മുഖ്യ പങ്ക് വഹിച്ച, മറ്റാവരും പങ്കുവഹിച്ചിട്ടില്ല എന്നല്ല പറയാം, അതിലൊരു മുഖ്യ പങ്ക് വഹിച്ച ആളാണ് VD സതീശൻ. അദ്ദേഹമായിരിക്കണം മുഖ്യമന്ത്രി. അതായിരിക്കണം. അതാണ് ജനവികാരം. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.